പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ അഭിസംബോധനയാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശക്തമായ ഭാഷയിൽ പാകിസ്ഥാന് താക്കീത് കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, കൃത്യമായ മറുപടികളാണ്. ഇപ്പോൾ ഉയർന്നിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിൽ ഈ ദുർഘട നിമിഷത്തിൽ ഒരുമിച്ച് നിന്ന രാജ്യത്തിന് അദ്ദേഹം നന്ദി പറയുന്നു. അതോടൊപ്പം ഒരുപാട് സ്ത്രീകളുടെ കണ്ണീര്, അതായത് അത് കുടുംബത്തിന് മുന്നിൽ, മക്കൾക്ക് മുന്നിൽ വെച്ച് ഓരോരുത്തരെയും, ഇവിടുത്തെ പുരുഷന്മാരെയാണല്ലോ വെടിവെച്ചു കൊന്നത്, അപ്പോൾ അവരുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള തക്കതായ മറുപടി നൽകി എന്നുള്ളത് വൈകാരികമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണമാണ്. അത് രാജ്യം ആ രൂപത്തിൽ കേൾക്കുന്ന ഒരു മറുപടി കൂടിയാണ്. അതോടൊപ്പം പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങൾ എങ്ങനെ തകർത്തു, തരിപ്പണമാക്കി, അവരുടെ അഹങ്കാരമായിരുന്ന എയർബേസ് എങ്ങനെ തകർത്തു എന്നുള്ള കാര്യം പറയുന്നു. ഈ പ്രസംഗത്തിന് തൊട്ട് മുൻപ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണത്തിന് കൂടിയുള്ള മറുപടിയാണ്. അതായത് വെടിനിർത്തൽ നടപ്പാക്കിയില്ലെങ്കിൽ ഇവിടെ വ്യാപാര കരാർ തന്നെ ഇല്ലാതാക്കും എന്നുള്ള ഭീഷണി, അമേരിക്കയുടെ ഭീഷണി വിജയിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അതിനുകൂടിയുള്ള മറുപടിയാണ്. യഥാർത്ഥത്തിൽ ഭയന്ന് വിറച്ച് കിതച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, അപ്പോഴാണ് വെടിനിർത്തലിന് തയ്യാറായത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത്. അത് പാകിസ്ഥാനോട് മാത്രമല്ല അമേരിക്കയോട് കൂടിയുള്ള മറുപടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതേ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷവുമായും സംസാരിക്കേണ്ട, പാർലമെൻറ്റിലും ഇതേ രൂപത്തിൽ കുറച്ച് ഒരു മറുപടി പ്രധാനമന്ത്രി നൽകുമ്പോൾ ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ യഥാർത്ഥത്തിലുള്ള രീതിയിലേക്ക് ഇത് വരും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ മറുപടി നൽകിയ ശേഷം 5-ാം ദിവസമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു? പ്രധാനമന്ത്രി ഇന്ന് പറയുന്നുണ്ട്, മുഴുവൻ മറുപടിയും നൽകാൻ സൈന്യത്തെ ഏൽപ്പിക്കുകയായിരുന്നു. സൈന്യം ആ മറുപടി നൽകി. സൈന്യത്തിൻ്റെ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നു. ഇതിൽ രാഷ്ട്രീയമായ മറുപടി ഇനി ചർച്ചയ്ക്കൊരു സാധ്യതയുമില്ല. നിലവിൽ ചർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതകളും അടയുന്ന രീതിയിലാണ് പാകിസ്ഥാൻ പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനി പ്രതീക്ഷിക്കേണ്ട. ഇനി ചർച്ചയുണ്ടെങ്കിൽ തന്നെ ഭീകരതയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താം, പാക് ഓക്യുപ്പൈഡ് കശ്മീരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താം. അതല്ലാതെ ഒരു ചർച്ചയുമില്ല. എന്തൊക്കെ ഉപരോധങ്ങളാണോ ഈ ആക്രമണത്തിന് ശേഷം രാജ്യം വച്ചിട്ടുള്ളത്, അതങ്ങനെ തന്നെ തുടരും, അതിലൊരു മാറ്റവുമില്ല എന്ന് വളരെ വ്യക്തമായി പാകിസ്ഥാനോട് മാത്രമല്ല ലോകത്തോടാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ സെ ഗോലി ചലേഗി തോ ഹം സെ ഗോല ചലേഗ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതിൻ്റെ തുടർച്ചയായി പറഞ്ഞ കാര്യങ്ങളെ ഞാൻ 5 പോയിന്റിൽ വളരെ പെട്ടെന്ന് നേരത്തെ സംഗ്രഹിച്ചതുപോലെ അത് വളരെ പെട്ടെന്ന് വിശദീകരിക്കാം. ഒന്ന്, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം? ഒന്ന്, ആണവ ഭീഷണി ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞത് ഖ്വാജ അസഫിനോടാണ്, അവിടുത്തെ റെയിൽവേ മന്ത്രിയോടാണ്. അവിടുത്തെ ആണവ ഫോർമുലകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണാനല്ല എന്ന് പറഞ്ഞ മന്ത്രിയോട് പ്രധാനമന്ത്രി അതേ ഭാഷയിൽ തന്നെ പറയുന്നുവെന്ന് മാത്രമല്ല, നേരത്തെ JD വാൻസ് അടക്കം ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു നീക്കം ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ടാണ്. അത്തരമൊരു ഭയവും നമ്മളുടെ രാജ്യത്തിനില്ല എന്ന് ഉറപ്പിച്ചുള്ളൊരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ്. ഒരു ന്യൂക്ലിയർ രാജ്യമായി ഇന്ത്യക്ക് ഒരു ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് പോളിസി ഉണ്ട്. നമ്മളത് ആദ്യം ഉപയോഗിക്കില്ല എന്നേ ഉള്ളൂ, ഒരിക്കലും ഉപയോഗിക്കില്ല എന്നല്ല. ഇന്ന് ബുദ്ധ പൂർണിമയാണ്. ബുദ്ധൻ ചിരിച്ചപ്പോഴാണല്ലോ ആദ്യമായിട്ട് ആണവ പരീക്ഷണം ഇന്ത്യയിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ സമാധാനത്തോടു കൂടി സംയമനം പാലിക്കുന്ന ഉത്തരവാദിത്വമുള്ളൊരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് പോളിസിയുള്ള രാജ്യത്തെ സ്റ്റേറ്റ്സ്മെൻറ്റിൻ്റെ ഒരു വാക്കാണ്, ഉറച്ച വാക്കുകളാണ് നമ്മൾ കേട്ടത്. ന്യൂക്ലിയർ ഭീഷണിയുമായി ഇങ്ങോട്ട് വരേണ്ടതില്ല, നമ്മളുടെ ആണവ ഫോർമുലകൾ ശക്തമാണ്, അതിന് കൃത്യമായി ലക്ഷ്യം ഭേദിക്കാൻ കഴിയും, പക്ഷേ നമ്മൾക്കതിനേക്കാൾ ശക്തമായൊരു പോളിസിയുണ്ട്. ആ പോളിസിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രകടിപ്പിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് പോളിസി നമ്മൾ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യില്ല, അത് പ്രീ എംപ്റ്റീവായി സ്ട്രൈക്കുമായിരിക്കില്ല എന്നുള്ളതാണ് ന്യൂക്ലിയർ ഡിറ്ററൻറ്റ് പോളിസി. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഭീകരതയും ഭീകരവാദത്തെയും സഹായിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞതോടുകൂടി ആ രാഷ്ട്രവുമായിട്ട് ഒരു തരത്തിലുള്ള ചർച്ചയുമില്ല എന്ന് ഉറപ്പിക്കുകയാണ്. രാഷ്ട്രീയമായ ചർച്ചയില്ല, അതായത് പ്രധാനമന്ത്രി തല, വിദേശകാര്യമന്ത്രി തല, അതല്ലെങ്കിൽ നയതന്ത്രതല ചർച്ച ഇപ്പോഴില്ല എന്ന് പറയുകയാണ് പ്രധാനമന്ത്രി. അവരുമായി സംസാരിക്കുന്നത് പ്രതിരോധ വൃത്തങ്ങൾ മാത്രമായിരിക്കും, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് മാത്രമായിരിക്കും എന്ന് പറയുന്നു. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 3, ആരുടെയും മധ്യസ്ഥത ഈ വെടിനിർത്തലില്ല എന്നുറപ്പിക്കുകയാണ്. അമേരിക്ക തൊട്ട് മുമ്പ് പോലും നടത്തിയ അവകാശവാദം എന്ന് പറയുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും വ്യാപാര സമ്മർദ്ദം ചെലുത്തിയാണ് ഈ വെടിനിർത്തലിലേക്ക് അവരെ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയുന്ന അമേരിക്കയുടെ വാക്കുകളെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ തള്ളുകയാണ്. പ്രധാനമന്ത്രി പറയുന്നു, ഇത് അമേരിക്കയുടെയോ മറ്റൊരു രാജ്യത്തിൻ്റെയും മധ്യസ്ഥതയല്ലെന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. കേണപേക്ഷിക്കുകയായിരുന്നു പാകിസ്ഥാൻ. അവരുടെ മിലിറ്ററി ബേസുകളെ, അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെ തകർത്ത ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രഹരശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയ പാകിസ്ഥാൻ കേണപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതുവഴി ആരുടെയും മധ്യസ്ഥതയില്ല, പാകിസ്ഥാൻ ഇതാ മുട്ടുമടക്കി നമ്മൾ പറയുന്നിടത്ത് വന്നു നിന്നു, പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചു DGMO എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് പ്രധാനമന്ത്രി. ദാറ്റ് ഈസ് പോയിന്റ്
നമ്പർ 3. പോയിന്റ് നമ്പർ 4, പാകിസ്ഥാൻ നദീജല കരാറടക്കമുള്ള എല്ലാ മറ്റു വിഷയങ്ങളും തൽസ്ഥിതി തുടരും എന്നതാണ് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് സംസാരിക്കാമെന്നുണ്ടെങ്കിൽ അത് ഭീകരതയെക്കുറിച്ച് മാത്രമാണ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഭീകരത നിർത്തൂ, അതിനുശേഷം നിങ്ങളൊരു സിവിലൈസ്ഡ് രാജ്യമാകൂ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നുള്ളതാണ്. അത് പാകിസ്ഥാൻ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം ചെറുതായിരിക്കില്ല. പോയിന്റ് നമ്പർ 5, POK വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നു. കാശ്മീർ അല്ല ചർച്ചാ വിഷയമാകുന്നത്, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളിടത്താണ് ആ സ്റ്റേറ്റ്സ്മാൻ ബ്രില്യൻസ് നമ്മൾ കാണുന്നത്. അത് പാകിസ്ഥാനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നമ്മൾ ലക്ഷ്യമിടുന്നതിന് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നിങ്ങൾ എപ്പോൾ തരും എന്നുള്ളതിനെക്കുറിച്ചാണ് ചോദ്യം. പാകിസ്ഥാൻ കാശ്മീരിനെ കുറിച്ച് അന്തർദേശീയ വേദികളിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീരിനെ കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. ആ അർത്ഥത്തിൽ അതൊരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കാണുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഭീകരതയെ അടിവേരറിക്കാനുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷനാണ് എന്ന് പ്രധാനമന്ത്രി സാക്ഷ്യപ്പെടുത്തുകയാണ്. ശക്തമായ താക്കീതാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ഇതിവിടം കൊണ്ട് അവസാനിച്ചാൽ പാകിസ്ഥാന് കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ. അത് ആ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. ആന്റോ വഗേസ്. അരുൺ, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യത്തിന് നീതി നടപ്പിലാക്കി എന്നുള്ളതാണ് പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത്. കാരണം എന്ന് പറയുന്നത് അത് രാജ്യത്തെ സ്ത്രീകൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് രണ്ടാമത് പറഞ്ഞത്. അപ്പം പാകിസ്ഥാൻ ഭീകരത വളർത്തുന്നു എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളെ നല്ല രീതിയിൽ അറിയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്താണ്, പാകിസ്ഥാന് ഇനി ഇന്ത്യക്കെതിരെ ആണവ ആയുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി വേണ്ട എന്നുള്ള കാര്യം പിന്നീട് പറയുന്നു. അപ്പം ന്യൂക്ലിയർ ഭീഷണി വേണ്ട എന്ന് പറയുകയും ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രം സൃഷ്ടിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് എന്താണ്, ഭീകരതയോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഇന്ത്യ ഉറപ്പ് നൽകുകയാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ നിൽക്കില്ല എന്നുള്ളതാണ്. വെള്ളവും ചോരയും ഒന്നിച്ച് ഒഴുകില്ല എന്ന് പറയുന്നതോടുകൂടി ശക്തമായ നിലപാടാണ് സ്വീകരിക്കുക. എവിടെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെ തന്നെ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. അമേരിക്കയോട് പറയുന്നത് എന്താണ്, വ്യാപാരവും സഹകരണവും ഒന്നിച്ചു പോകില്ല എന്ന്, വ്യാപാരവും ഭീകരവാദവും ഒന്നിച്ചു പോകില്ല എന്നും സഹകരണവും ഒന്നിച്ചു പോകില്ല എന്ന് പറയുന്നു. അപ്പം പ്രധാനമന്ത്രി എന്താണോ രാജ്യത്തോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി എന്നുള്ളത് മാത്രമല്ല, ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ എന്താണോ നമ്മൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജ്യം തീരുമാനിച്ചിരുന്നത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടെ പറയുന്നു. അപ്പം ശക്തമായ മറുപടി പാകിസ്ഥാന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്താണ്, ഇനി ഒരു ചർച്ച എന്ന് പറയുന്നത് പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ എന്താണ്, പാകിസ്ഥാനുമായി വേറെ ഒന്നും ചർച്ച ചെയ്യാനില്ല, ഭീകരവാദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം, POKനെ കുറിച്ച് ചർച്ച ചെയ്യാം, വേറെ ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് പാകിസ്ഥാനെ ഇന്ത്യ ഒരു രാജ്യമായി കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് രീതിയിലുള്ള ശൈലിയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ എന്താണ് ഈ പറഞ്ഞ ഇന്ത്യയുടെ നിലപാട് എന്ന് ക്ലാരിറ്റിയോടുകൂടി പറയാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സുജയ, പെൺകുട്ടികളുടെ സിന്ദൂരം മായ്ച്ചവരെ നമ്മൾ ഈ ഭൂമുഖത്ത് നിന്ന് മായ്ച്ചു എന്നുള്ളത് അത് ഇന്ത്യക്ക് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദി കൊടുക്കുന്ന ഒരു അഷുറൻസ് ആണ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഭീകരർ ഇല്ലാതാക്കിയത് 26 കുടുംബങ്ങളിലെ ഗൃഹനാഥന്മാരെയാണ്. അപ്പോൾ ആ പെൺകുട്ടികളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവരെ ഈ ഭൂമുഖത്ത് നിന്ന് മായ്ക്കും എന്നതാണ്. ആ മണ്ണിൽ പോയി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു, മണ്ണോട് ചേർത്തു ഭസ്മമാക്കുകയാണ് ഭീകരരെ ചെയ്തത്. ആ ഭീകരരെ ഞങ്ങൾ കാലപുരിക്കയച്ചു എന്നതാണ് പ്രധാനമന്ത്രി ഉപയോഗിച്ച വാചകം. അതേസമയം തന്നെ പാകിസ്ഥാൻ ഈ തിരിച്ചടിക്ക് ഭീകരർക്കെതിരെ കൊടുത്ത തിരിച്ചടിക്ക് പാകിസ്ഥാൻ സൈന്യത്തെ വിട്ട് തിരിച്ചടിക്കാൻ തുനിഞ്ഞപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം നശിപ്പിക്കുക മാത്രമല്ല, ആയുധങ്ങൾ അതായത് ഫൈറ്റർ വിമാനങ്ങളടക്കം എവിടെ നിന്നാണോ തൊടുത്തുവിട്ടത് ആ തൊടുത്തുവിട്ട കേന്ദ്രമടക്കം പാകിസ്ഥാന്റെ 20% ഇൻഫ്രാസ്ട്രക്ചർ ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് DGമാരുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് പ്രധാനമന്ത്രി ഇവിടെ ചെയ്തത്. അതോടൊപ്പം തന്നെ ചർച്ചയ്ക്കായി ഞങ്ങൾ മാധ്യസ്ഥം വഹിക്കാം, നമുക്ക് വ്യാപാരമൊക്കെ സ്മൂത്താക്കാമെന്ന് പറഞ്ഞ വാഷിംഗ്ടൺ DC-യിൽ ഇരുന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനുള്ള മറുപടിയുമുണ്ട്. ഇതിൽ ഭീകരവാദവും ചർച്ചയും എല്ലാം കൂടി ഒന്നിച്ച് വേണ്ട, ഇവിടെ ഒരു ചർച്ചയും നടക്കാൻ പോകുന്നില്ല, ആദ്യം ഭീകരത അവസാനിപ്പിക്കുക, ആ ഭീകരത അവസാനിപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുക എന്നതും അദ്ദേഹത്തിന്റെ ഒരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പഹൽഗാമിൽ മതത്തിന്റെ പേരിലാണ്, സമാനതകളില്ലാത്ത ക്രൂരതയാണ് അവിടെ കാട്ടിയത് എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ ഒരു വാർ ഡിക്ലറേഷൻ ഒന്നും പാകിസ്ഥാൻ നടത്തേണ്ടതില്ല. പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് ഒരു ഭീകരനെങ്കിലും ഇന്ത്യയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ ആ ഭീകരവാദത്തെ യുദ്ധമായിട്ടായിരിക്കും ഇന്ത്യ കണക്കാക്കുക എന്നതാണ് പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്ന ശക്തമായ താക്കീത്. അതിനുള്ള മറുപടിക്ക് ഇന്ത്യയുടെ രീതിയായിരിക്കും, ഓൺ ടേംസിൽ അതിന് തിരിച്ചടി ഉണ്ടാകും എന്നതും പ്രധാനമന്ത്രി പറയുകയാണ്. അപ്പോൾ നിലപാട് വ്യക്തമാണ്, ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നയം എന്താണ് എന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി തന്നെ പാകിസ്ഥാനും ലോകത്തിനും മനസ്സിലാക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇടപെടാൻ ഡൊണാൾഡ് ട്രംപ് ആയാലും ആരായാലും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന മറുപടി.
മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമല്ല, അതൊരു വിരാമമല്ല, ഇതൊരു താൽക്കാലിക വിരാമമാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നതോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വെടിനിർത്തൽ അവരെങ്ങനെയാണ് പാലിക്കുന്നത് എന്നറിയാനുള്ള സന്ദേശം കൂടി പ്രധാനമന്ത്രി നൽകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. പഹൽഗാം വിഷയത്തിനു ശേഷം രാജ്യത്തെ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത്. നേരത്തെ ബീഹാറിലെയും മഹാരാഷ്ട്രയിലെയും റാലികളിൽ മാത്രമായിരുന്നു പ്രധാനമന്ത്രി ഇക്കാര്യം ഉന്നയിച്ചിരുന്നത്.